ഫിസിക്സ് വാല. എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഫിസിക്സ് വാലയിലേക്ക് ആർദ്രമായ സ്വാഗതം. അപ്പൊ മക്കളെ, മലയാളം ഫസ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് എത്തിയിരിക്കുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിൽ നിന്നാണ്. കർണസുഖം ഞാൻ ആരോടും പറകയില്ല എന്ന് പറയുന്ന കർണന്റെ ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? എന്താണ് കർണസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണസുഖം പറയുക എന്ന പദത്തിനർത്ഥം സന്തോഷം നൽകുന്ന വിധം സംസാരിക്കുക, മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് കർണസുഖം പറയുക എന്ന് പറയുന്നത്. അത് പറയില്ല എന്നാ പറയുന്നത്. മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് എന്താണ് സുഖം പകരുന്ന രീതിയിൽ ഒരു കാര്യവും ഞാൻ സംസാരിക്കില്ല എന്നാണ് ആര് പറയുന്നത്? കർണം പറയുന്നത്. എങ്ങനെ എഴുതാം? മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അസത്യമായത് ഒന്നും തന്നെ പറയുകയില്ല എന്നാണ് കർണൻ പറഞ്ഞതിന്റെ അർത്ഥം. സുയോധന മഹാരാജാവിനോട് പോലും സ്വന്തം നിലപാട് വിട്ടുവീഴ്ചയില്ലാതെ പറയാനുള്ള ഉൾക്കരുത്താണ് കർണനുള്ളത്. ഇതിപ്പോ നിങ്ങൾക്ക് കർണന്റെ കഥാപാത്ര നിരൂപണം ചോദിക്കുകയാണെങ്കിലും ഈ ഒരു വാക്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഉദാഹരണ സഹിതം നൽകിയിട്ട്. എന്നിട്ടോ, തനിക്ക് സർവ്വസൈന്യാധിപൻ എന്ന പദവി ലഭിക്കുമെന്ന് ഉറപ്പായിട്ടും തന്നേക്കാൾ അർഹതയുള്ള ദ്രോണാചാര്യർക്ക് അത് നൽകണമെന്ന് പറയുന്ന മഹാമനസ്സാണ് കർണനിലുള്ളത്. സത്യത്തോടുള്ള പ്രതിബദ്ധതയും സ്വന്തം നേട്ടത്തിനായി ആയാൽ പോലും സത്യം കൈവിടാത്ത ധീരോദാത്തതയും കർണനിൽ കാണാം. വർത്തമാനകാല സമൂഹത്തിൽ പലരും തന്നെ തേടി വന്ന സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ മടി കാണിക്കാറുണ്ട്. അതുപോലെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്ന മനോഭാവവും വെച്ചു പുലർത്തുന്നതും ഇന്നത്തെ പല ആളുകളിലും കാണാം. എന്നാൽ അത്തരക്കാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സത്യസന്ധതയും അതുപോലെ തന്നെ എന്താണ് ധീരതയും വെച്ചു പുലർത്തുന്ന ഒരു കഥാപാത്രമാണ് കർണൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. ഇത് നിങ്ങൾക്ക് കർണന്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചാലും ഈ വരികൾ പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് വിശദീകരിക്കാം. അല്ലെ, നമ്മൾ ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ 2 ഉത്തരങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. യെസ്, വൻപനാം കർണനോടാശു സുയോധനൻ നൻപോട് സേനാപതിയാക നീ എന്നാൽ. അല്ലെ, കർണൻ വൻപനായിട്ടുള്ള ശക്തനായിട്ടുള്ള കർണനോട് ദുര്യോധനൻ എന്ത് പറഞ്ഞു? അടുത്ത സേനാപതി നീ ആകൂ എന്ന് പറഞ്ഞു. കർണൻ സേനാപതി ആക്കാൻ വേണ്ടി ദുര്യോധനൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കാം കർണനെ എന്താണ് സേനാപതിയാക്കാൻ തീരുമാനിച്ചത്? ഒന്നാമത്, കർണൻ എന്താണ് അത്രയ്ക്കും ധൈര്യശാലിയാണ്. അതുപോലെ തന്നെ എന്താണ് ഒരു സേനാപതി ആകാനുള്ള എല്ലാ ഗുണവും എന്താണ് നമ്മുടെ കർണൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരെ മുമ്പിലും എന്താണ് അടിയറവ് വെക്കാത്ത ഒരു മനോധൈര്യം ആർക്കുണ്ട്? നമ്മുടെ കർണനുണ്ട്. കൂടാതെ എന്താണ് അതിലൊക്കെ ഉപരി നമ്മുടെ ദുര്യോധനന്റെ ആത്മസുഹൃത്തു കൂടെയാണ്, വിശ്വസ്തനായിട്ടുള്ള സുഹൃത്തു കൂടെയാണ് കർണൻ. ഇതൊക്കെ എന്താണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ദുര്യോധനൻ എന്ത് ചെയ്യുന്നത്? കർണനെ നമ്മുടെ സേനാപതിയാക്കാൻ തീരുമാനിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പറയാം, മിസ് പറഞ്ഞ കാര്യങ്ങൾ പറയണം. അതിന്റെ കൂടെ തന്നെ കർണന്റെ കരുത്തും ആയോധന ശേഷിയും കൗരവരുടെ പാണ്ഡവരുടെയും ആയോധന അഭ്യാസ കാഴ്ചക്കിടയിൽ സുയോധനൻ നമ്മുടെ കർണന്റെ ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലെ, പാണ്ഡവരോടുള്ള കർണന്റെ പകയും സുയോധനന് അറിയാം. അംഗരാജനായ കർണൻ പ്രതാപശാലിയാണെന്നും അംഗരാജാവായി വാഴിച്ചതിലുള്ള നന്ദി കാണിക്കുമെന്നും സുയോധനൻ വിശ്വസിക്കുന്നു. കർണൻ സേനാനായകനായാൽ കൗരവപക്ഷത്തിന് വിജയസാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദുര്യോധനൻ എന്ത് തീരുമാനിക്കുന്നത്? കർണനെ സേനാപതിയാക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഈ പണ്ടൊരിക്കൽ കർണനും നമ്മുടെ കൗരവരും പാണ്ഡവരും തമ്മിൽ ഒരു ആയോധന അഭ്യാസ കാഴ്ച നടത്തിയിരുന്നു. അതില് കർണനായിരുന്നു ജയിച്ചിരുന്നത്. ഇതൊക്കെ ആർക്കറിയാം? സുയോധനൻ അറിയാം. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് കർണന്റെ ധീരത, അതുപോലെ തന്നെ ആത്മവിശ്വാസം, ധൈര്യം, ആരുടെ മുമ്പിലും തോൽക്കാനുള്ള മനസ്സില്ലാത്തത്, അപ്പൊ എല്ലാം ഒരു കാര്യത്തിനോടുള്ള ആത്മസമർപ്പണം, ഇതൊക്കെ കൊണ്ടുകൂടെയാണ് നമ്മുടെ ദുര്യോധനൻ കർണനെ ആക്കാം എന്ന് തീരുമാനിക്കുന്നത്. കൂടാതെ ഉറ്റ സുഹൃത്തു കൂടെയായിരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വേണം മക്കൾ വിശദീകരിക്കാൻ. ക്ലിയർ ആയില്ലേടാ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. കർണന്റെ കഥാപാത്ര നിരൂപണമാണ്. കർണന്റെ കഥാപാത്ര നിരൂപണം ചോദിക്കുന്ന സമയത്ത് തലക്കെട്ടായിട്ട് കർണൻ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഏതാണ് പാഠഭാഗം എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് കർണൻ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ വിശദീകരിക്കാൻ. മഹാഭാരത കഥയിലെ ജ്വലിക്കുന്ന കഥാപാത്രമാണ് കർണൻ. കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ ഉണ്ടായ കർണൻ മഹാഭാരത
പാണ്ഡവ ജ്യേഷ്ഠനുമാണ്. യുദ്ധത്തിൽ 10-ാം ദിവസം ഭീഷ്മാചാര്യർ ശരശയ്യയിൽ വീണപ്പോൾ സുയോധനൻ കർണനെ സേനാപതിയാക്കാൻ തീരുമാനിച്ചു. സുയോധനനോടുള്ള മറുപടി കർണൻ വ്യക്തി മഹത്വത്തിന് മികച്ച ഉദാഹരണമാണ്. ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ നാം എന്തിനു യുദ്ധം നിർത്തണമെന്നും സേനാനായകൻ ആകാൻ തന്നെക്കാൾ യോഗ്യൻ ദ്രോണാചാര്യരാണെന്നും കർണൻ മറുപടി നൽകുന്നു. ഞാൻ ഈ പറയുന്നത് ആരെയും സുഖിപ്പിക്കാനല്ലെന്ന് പറയുന്ന കർണന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും നമുക്കെല്ലാം മാതൃകയാണ്. പറയാനുള്ളത് തുറന്നു പറയുന്ന സ്വഭാവത്തിന് ഉടമയാണ് കർണൻ. കൗരവ മഹാരാജാവായ സുയോധനനോട് പോലും തന്റെ അഭിപ്രായം തുറന്നു പറയുന്ന കർണന്റെ ധൈര്യശാലിയാണെന്ന് നമുക്ക് കാണാം. കർണൻ സ്വാർത്ഥതയില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ്. തന്റെ സുഖത്തിനോ നേട്ടത്തിനോ വേണ്ടി അയാൾ സുയോധനന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നില്ല. സേനാനായകനാകാനുള്ള അവസരമുണ്ടായിട്ടും അത് സ്വീകരിക്കാതെ തന്നെക്കാൾ അർഹതയുള്ളത് ദ്രോണാചാര്യർക്ക് തന്നെയാണെന്ന് പറയുന്നതിലെ ആത്മാർത്ഥതയും സത്യസന്ധതയും കർണനെ വ്യത്യസ്തനാക്കുന്നു. ദ്രോണരെ പടനായകനാക്കുന്നതിൽ തനിക്ക് ഒട്ടും സങ്കടമില്ലെന്ന് പറയുമ്പോൾ അയാളുടെ മഹത്വം ഒരു പടി കൂടെ വർദ്ധിക്കുന്നു. സത്യം, ധീരത, നിസ്വാർത്ഥ മനോഭാവം എന്നിവയെല്ലാം എന്താണ് ഒത്തിണങ്ങിയ കഥാപാത്രമാണ് കർണൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഉദാഹരണം നേരത്തെ പറഞ്ഞ എന്താണ് കർണസുഖം ഞാൻ പറയുകയില്ല ആരോടും എന്ന് പറയുന്ന ആ വരി കൂടെ എടുത്തെഴുതിയിട്ട് കർണന്റെ കഥാപാത്ര നിരൂപണം പഠിക്കുക. 7 മാർക്കിനാണ്, ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയടാ. യെസ്, അതുപോലെ തന്നെ ചെറുതും, ഇത് നമ്മുടെ എന്താ പറയുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ വരികളാണ്. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ. അല്ലെ, ഒറ്റ ചെറിയ ഒരു തെറ്റ് പോലും ചെയ്യാത്ത എന്നെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വലിയ ദുരിതമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഇവിടെ ആരാണ് ഹംസം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അല്ലെ എന്താണ് നള, അല്ലെ എന്താണ് നീ എന്നെ എന്താണ് കൊന്നു കഴിഞ്ഞാൽ, അല്ലെ എന്നെ കൊന്നോ എനിക്ക് കുടുംബമൊക്കെ എന്താണ് ഇല്ലാതായി പോകും, ഒക്കെ ശരിയാണ്, അല്ലെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകും, എന്നാലും എന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്കാണ്, അല്ലെ തന്നെ കൊല്ലാൻ വന്നവരോട് പോലും എന്താണ് അവരുടെ ദുരിതം, വരാൻ പോകുന്ന ദുരിതം ആലോചിച്ച് സങ്കടപ്പെടുന്ന ഒരു ഹംസത്തെ നമുക്ക് ഇവിടെ കാണാം. അപ്പം ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യം, അല്ലെ തന്നെ ദ്രോഹിക്കാൻ വന്നവരുടെ പോലും എന്താണ് ജീവിതത്തിന് ഒരു ആപത്ത് വരരുത് എന്ന് ചിന്തിക്കുന്ന കഥാപാത്രമാണ് ഹംസം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. എങ്ങനെ എഴുതാം? നളനാൽ ബന്ധിപ്പിക്കപ്പെട്ട അരയന്നത്തിന്റെ വിശാല മനസ്സ് വ്യക്തമാകുന്ന സംഭാഷണമാണിത്. ആപത്തിൽ അകപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോഴും തന്നെ ബന്ധിപ്പിച്ചവനോടുള്ള സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുകയാണ് ഹംസം. തെറ്റു ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടരുത്. നിരപരാധികളോട് കാണിക്കുന്ന മഹാപാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്ന് ഹംസം പറയുന്നു. നിരപരാധികളെ ദ്രോഹിക്കുന്നവർ ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന് നളനോട് പറയുന്നതിലൂടെ സ്നേഹവും കാരുണ്യവും സാഹോദര്യവും ജീവിത മൂല്യമായിട്ട് കാത്തു സൂക്ഷിക്കണമെന്നാണ് ഹംസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതണം. ഓക്കെ, ഒന്നുകൂടെ കേട്ടോക്കണേ. അടുത്ത ചോദ്യം നോക്കിയേ. യെസ്, ചിറകുമണി കനകം ഇതുകൊണ്ടാക നീ ധനികൻ. അല്ലെ, എന്റെ ചിറക് എന്താണ് സ്വർണമാണ് എന്ന് വിചാരിച്ചിട്ട് അത് മുറിച്ചെടുക്കാനാണോ നീ തുനിയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് നിനക്ക് എന്താണ് ഒരിക്കലും എന്താണ് ധനികനാകാൻ പറ്റില്ല. ഇതിന് സ്വർണത്തിന്റെ നിറമുണ്ടെന്നേ ഉള്ളൂ, ഇത് സ്വർണമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്. അയ്യോ, ഹംസത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്. വിശകലനം ചെയ്യുക. നളന്റെ പിടിയിൽ അകപ്പെട്ട ഹംസം തന്റെ ചിറകുകളുടെ നിജസ്ഥിതി, സത്യമായിട്ടുള്ള സ്ഥിതി നളനോട് തുറന്നു പറയുകയാണ്. സ്വർണ്ണ ചിറകുകളുടെ മൂല്യം കണ്ടിട്ടാണ് നളൻ തന്നെ പിടികൂടിയത് എന്ന് ഹംസം കരുതുന്നു. എന്നാൽ അത് സ്വർണമല്ലെന്ന സത്യം ഇവിടെ എന്താണ് നമ്മുടെ ഹംസം ബോധ്യപ്പെടുത്തുകയാണ്. സ്വയം രക്ഷയെ കരുതി മാത്രമല്ല, നളന് കുറ്റബോധവും ആപത്തും ഉണ്ടാകരുതെന്ന് കരുതി കൂടിയാണ് ഹംസം ആ രീതിക്ക് പറയുന്നത്. എന്റെ ചിറകുകൾ സ്വന്തമാക്കിയത് കൊണ്ട് ധനികനാവില്ലെന്ന് പറഞ്ഞ് നളനെ എന്താണ് തെറ്റിൽ നിന്ന് ഹംസം പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വാക്കുകൾ സത്യം തുറന്നു പറയാനുള്ള ഹംസത്തിന്റെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാം. ഹംസത്തിന്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയടാ. മാതൃഭാഷ. നമുക്ക് 7 മാർക്കിന് ചോദ്യം വരുന്നതാണ്. മാതൃഭാഷ എന്താണ് നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് എസ്സേ ആയിരിക്കും വരിക. മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചായിരിക്കും. 7 മാർക്കിനായിരിക്കും. അത് ഉപന്യാസം വരാം, പ്രഭാഷണം വരാം, ഏതാണെങ്കിലും വരാം. ഇവിടെ തന്നിരിക്കുന്നത് പ്രഭാഷണം എഴുതാനാണ്. അപ്പൊ ബഹുമാന്യരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതാം. എന്നിട്ട് പറയാ, ഭാഷ ശക്തമായ ആശയവിനിമയ ഉപാധിയും ചിന്തയുടെ രൂപവുമാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ മാനസികവും സാംസ്കാരികവുമായ വളർച്ച അടിവേരുകളിൽ ഒന്നാണ് മാതൃഭാഷ. മാതൃഭാഷയെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അറിയാനും അറിയിക്കാനും ആവിഷ്കരിക്കാനും മാതൃഭാഷയോളം മറ്റൊന്നിനും എന്താണ് മുന്നിൽ നൽകാനാവില്ല.
മാതൃഭാഷയിലാണ് നാം ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും ആഹ്ലാദിക്കുന്നതും എന്ന് അറിയുമ്പോൾ മാതൃഭാഷ എത്ര മഹത്തരമാണെന്ന് മനസ്സിലാകും. ഒരു മരത്തിന് വേരുകൾ എത്ര ശക്തമാണോ അത്രയും ശക്തമാണ് അതിന്റെ നിലനിൽപ്പ്. അതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വേരായ മാതൃഭാഷയും നമ്മെ നിലനിർത്തുകയും സമൂഹവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഈ ഒരു കോട്ട് നിങ്ങൾ ആലോചിച്ചു വെക്കുക. എസ്സേ വരുന്ന സമയത്ത് അത് നിങ്ങൾ എഴുതുക എന്ന് പാടിയ വള്ളത്തോൾ മാതൃഭാഷയുടെ മഹത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മാതൃഭാഷ നമ്മെ ലോകത്തോടും മറ്റുള്ളവരോടും ബന്ധിപ്പിക്കുന്ന ആദ്യ ഘടകമാണ്. ഒരു കുഞ്ഞ് അമ്മയുമായി ആശയവിനിമയം നടത്തുന്നത് മാതൃഭാഷയിലൂടെയാണ്. അതുവഴിയാണ് അവന്റെ ജീവിതം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ ഓരോ കുട്ടിയുടെയും വികാസത്തിൽ മാതൃഭാഷയുടെ പങ്ക് പ്രധാനമാണ്. അറിവിന്റെയും അധികാരത്തിന്റെയും ഭാഷയാണ് മാതൃഭാഷ. ജനാധിപത്യ പ്രവണതകളെ വിലയിരുത്തുന്നതിനും സാമൂഹികമായ വിശകലനത്തിനും ജ്ഞാനനിർമ്മിതിയിലും മാതൃഭാഷ നിർണായകമായ പങ്കുവഹിക്കുന്നു. മാതൃഭാഷ ശരിയായി പഠിച്ചാൽ മാത്രമേ ഇതര ഭാഷകളും ഇതര വിഷയങ്ങളും ശരിയായി ആർജിക്കാനാകൂ എന്ന യാഥാർത്ഥ്യം മാതൃഭാഷയും വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അരക്കെട്ട് ഉറപ്പിക്കുന്നു. ഒരു ദേശത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ ഭൂമികയാണ് നാം ജീവിക്കുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ മാതൃഭാഷയിൽ അടിസ്ഥാന ധാരകൾ ഉണ്ടാകണം. സ്വന്തം ഭാഷയുടെ മഹത്വവും അതിലെ സാഹിത്യവും തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ അകത്ത് പ്രാവീണ്യം ഉണ്ടാകണം. മാതൃഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാകണം. മാതൃഭാഷ അവബോധവും മാതൃഭാഷ അഭിമാനവും പ്രായോഗിക ജീവിതത്തിൽ മുന്നേറാൻ നമ്മെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം പറയാം. ഓക്കെ, മാതൃഭാഷയെക്കുറിച്ചും മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് മാതൃഭാഷയ്ക്ക് നമ്മൾ എത്ര വിലയാണ് കൽപ്പിക്കുന്നത്, മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ നമ്മളും നമ്മുടെ സംസ്കാരവും സമൂഹവും തമ്മിലുള്ള വേരറ്റു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. കേരളം മലയാളിയുടെ മാതൃഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം എഴുതാം. എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വരാൻ സാധ്യതയുള്ള ചോദ്യം വെങ്കടേഷ് അയ്യങ്കാറിന്റെ കഥാപാത്ര നിരൂപണമാണ്. 7 മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ എഴുതുക, റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് വെങ്കടേഷ് അയ്യങ്കാർ. പത്രമാധ്യമ രംഗത്ത് റിപ്പോർട്ടറായി ജോലി നോക്കുന്നുവെങ്കിലും തന്റെ തൊഴിൽ പുതുമയോ ക്രിയാത്മകതയോ കൊണ്ടുവരാൻ കഴിയാത്ത പത്രപ്രവർത്തകനാണ് അയ്യങ്കാർ. കോടതി കയറിയിറങ്ങി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, രാമരാവണ യുദ്ധം പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും അരക്കോളം എഴുതുക എന്നതിനപ്പുറത്തൊന്നും ആ തൂലികയിൽ നിന്ന് ലോകം കണ്ടിട്ടില്ല. എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും ചീഫ് റിപ്പോർട്ടർ ആവാൻ കഴിയാത്ത നിരാശയും ദുഃഖവുമായിട്ട് കഴിയുന്ന വ്യക്തിയാണ് അയ്യങ്കാർ. മാധ്യമരംഗത്തെ മറ്റുള്ളവരുടെ സ്ഥാനക്കയറ്റങ്ങൾ അയാൾക്ക് സഹിക്കുന്നില്ല. തനിക്ക് ശേഷം വന്നവർ പടികൾ കയറിപ്പോകുന്നത് കണ്ട അയാൾ അക്ഷമനാകുന്നു. പുതുമയ്ക്കായി ചെയ്യുന്നു എന്തെങ്കിലും എന്ന് വരുത്തിക്കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിളിപ്പിച്ചതും നഗര സന്ദർഭത്തിന്റെ പരിപാടികൾ കവർ ചെയ്തതും തന്റെ റിപ്പോർട്ടിങ്ങിൽ ഒരു അധ്യായം കുറിക്കാൻ ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. പത്ര ഉടമയെ പ്രീതി എന്നോണം നൽകി അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഒരു ഇൻക്രിമെന്റ് കൊണ്ട് തൽക്കാലം സംതൃപ്തി അടയുകയാണ് വെങ്കടേഷ് അയ്യങ്കാർ. പക്ഷേ തന്റെ ലക്ഷ്യം സാധിക്കാൻ രാജിവെക്കാൻ വരെ സന്നദ്ധനാകുന്ന മനോഭാവം അയാളിൽ കാണാം. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് പത്രമുടമയുടെ മുമ്പിൽ എത്തുന്നത്. പക്ഷേ മുഖത്ത് കുരച്ചു ചാടിയ പട്ടി ഉടുമുണ്ട് വലിച്ചെറിഞ്ഞ് പ്രത്യുൽപ്പന്ന മതിത്വം പ്രകടിപ്പിച്ച് പത്രമുടമയെ പ്രശംസ നേടാൻ അയാൾക്ക് കഴിഞ്ഞു അല്ലെ. ആ ഒരു ഉടുമുണ്ട് ആ നായുടെ മേലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പത്രമുടമയുടെ പ്രശംസ നേടാൻ കഴിഞ്ഞു. ഏത് കുറുക്ക് വഴിയിലൂടെയും പത്രമാധ്യമ രംഗത്ത് ശോഭിക്കണമെന്ന വിശ്വാസവുമായി ജീവിക്കുകയും പത്രപ്രവർത്തനം എന്നാൽ ചീഫ് റിപ്പോർട്ടർ പദവിയാണെന്ന് കരുതി ജീവിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ഒരുങ്ങുന്ന കഥാപാത്രമാണ് വെങ്കടേഷ് അയ്യങ്കാർ. അതിനുള്ള ഉദാഹരണമൊക്കെ പറയണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ രാജിവെക്കണം മന്നിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭാഷണമല്ലേ, ആ സംഭാഷണമൊക്കെ എടുത്തെഴുതിയിട്ട് വേണം കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, അന്നന്നത്തെ മോക്ഷത്തിലുള്ളതാണ്. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല. ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത് എന്താണ്? നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന തമാശകൾ പങ്കുവെച്ച് അതിൽ നിർവൃതി അടയുന്ന വർത്തമാനകാല പ്രവണതകളോടുള്ള പ്രതികരണമാണ് ഈ ഒരു വരികൾ. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ യേശുവിന്റെ കർമ്മവുമായി ബന്ധപ്പെടുത്തി വർത്തമാനകാലത്തെ മനുഷ്യന്റെ മനോഭാവത്തെ പരിഹസിക്കുകയാണ് കവി. അന്നത്തിന്
പകരം തമാശ വിളമ്പി സ്വയം നിർവൃതി അടയുന്ന മനുഷ്യരെയാണ് നവമാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. തൻ്റേതല്ലാത്ത തമാശകളും ഉള്ളടക്കങ്ങളും പങ്കിട്ടു കൊടുക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും അതിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ സ്വയം മറ്റൊരാളായി തീരുന്ന മനുഷ്യന്റെ ലാഘവ ചിന്തയെ വിമർശിക്കുകയും പരിഹസിക്കുകയുമാണ് കവി ഇവിടെ ചെയ്യുന്നത്. ഈ രീതിക്ക് നമുക്ക് നമ്മുടെ ആദ്യ പാഠഭാഗത്തിൽ നിന്ന് കഥകളി മോഹനത്തിൽ നിന്നും അതുപോലെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ, പിന്നെ മാതൃഭാഷ, ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് എസ്സേ വരും. കഥാപാത്ര നിരൂപണം പഠിക്കുക, മാതൃഭാഷയെ കുറിച്ച് ഒരു എസ്സേ പഠിക്കുക. ഈ രീതിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചോദ്യങ്ങൾ പഠിച്ചോളണം. എല്ലാവർക്കും നൽകിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് ഒരു ഹാർട്ടൊക്കെ നിങ്ങൾ നൽകാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ.